ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പ്രകാരം നമ്മൾ ഇത്ര നേരം വീഡിയോ ചെയ്യാൻ വൈകിയത് നമുക്ക് ചില ആർട്ടിക്കിൾസ് ലഭിക്കണ്ടായിരുന്നു. ഓക്കെ, ചില ന്യൂസിൻ്റെ ആർട്ടിക്കിൾസ്. ഇപ്പോൾ എടുക്കുന്ന വീഡിയോ പൂർണ്ണമായിട്ടും ഇന്ത്യ ടുഡേ, ന്യൂസ് ഇന്ത്യ പോലത്തെ ആർട്ടിക്കിളിനെ ബേസ് ചെയ്ത് മാത്രമാണ്. ഓക്കെ, വിത്ത് എവിഡൻസ് ആണ്. സോ അതുകൊണ്ട് എനിക്ക് വീഡിയോ പൂർണ്ണമായും വിശ്വസിക്കും. ഓക്കെ, ടിക്ടോക്ക് തിരിച്ചു വരുന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി കാണും. എങ്ങനെ ടിക്ടോക്ക് എന്ന് തിരിച്ചു വരുന്ന കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ഓക്കെ, ടിക്ടോക്ക് തിരിച്ചു വരാനുള്ള കാരണം മനസ്സിലായി കാണും. അതായത് ഇന്ത്യയും ചൈനയും തമ്മിലെ വ്യാപാര ബന്ധം ഏകദേശം ഇപ്പോൾ പൂർണ്ണമായിട്ടും മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്ത 2020 ബാൻ ചെയ്ത ടിക്ടോക്ക് പോലത്തെ ആപ്ലിക്കേഷൻ തിരിച്ചു വരികയാണ്. ഓക്കെ, അതിൻ്റെ സൂചന തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ബ്രൗസറിൽ കയറിയിട്ട് ടിക്ടോക്കിനെ സെർച്ച് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ടിക്ടോക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് മുമ്പ് നിങ്ങളുടെ ബ്രൗസറിൽ ഡെസ്ക് ടോപ്പ് മോഡ് ഓൺ ആക്കിയതിന് ശേഷം ടിക്ടോക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടിക്ടോക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരുപാട് പേർക്കൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ടിക്ടോക്ക് വരാൻ ഡേറ്റ് ഇതിൽ പല ആർട്ടിക്കിൾസും പറയുന്നതെന്ന് വെച്ചാൽ സെപ്റ്റംബർ, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ 24-നാണ്. അതായത് അടുത്ത മാസം. അതായത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ആഗസ്റ്റ് 23-നാണ്. സോ സെപ്റ്റംബർ 24-നാണ് ടിക്ടോക്ക് ഇന്ത്യയിൽ ആപ്പായിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വെബ്സൈറ്റ് ഇപ്പോൾ ലഭ്യമാണ്. നിങ്ങൾ ഗൂഗിൾ ക്രോം കയറുക, അവിടെ ചെന്നിട്ട് ടിക്ടോക്കിന് സെർച്ച് ചെയ്യുന്നതിന് ശേഷം ഡെസ്ക് ടോപ്പ് മോഡ് ഓൺ ചെയ്തതിന് ശേഷം മാത്രം ടിക്ടോക്ക് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഒരുപാട് പേർക്ക് ടിക്ടോക്ക് അങ്ങനെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത കാര്യം ടിക്ടോക്കിൻ്റെ മോണിറ്റൈസേഷനെ കുറിച്ചാണ്. ഇന്ത്യയിലെ ടിക്ടോക്കിൻ്റെ മോണിറ്റൈസേഷൻ ഏറെക്കുറെ കൺഫേം ആണ്. ഓക്കെ, കാരണം നിങ്ങൾക്കറിയാം ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ഇൻസ്റ്റാഗ്രാമാണ്. സോ ഇൻസ്റ്റാമായിട്ട് കോമ്പറ്റീഷൻ ചെയ്യണമെങ്കിൽ പോലും ടിക്ടോക്കിന് ഒരു പ്രത്യേക ഒരു മോണിറ്റൈസേഷൻ പ്രോഗ്രാം ഓൾറെഡി ഉണ്ട്. ഓക്കെ, സോ അതിനുപോലെ തന്നെ ഇന്ത്യയിലോട്ട് അത് ഉടനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഓക്കെ, കാരണം ഇൻസ്റ്റാഗ്രാമിനിപ്പോൾ പിടിച്ച് നിൽക്കണമെങ്കിൽ ടിക്ടോക്കിൽ അങ്ങനത്തെ ഒരു മോണിറ്റൈസേഷൻ പ്രോഗ്രാം എന്തായാലും കൊണ്ടുവന്നേ പറ്റും. ഓക്കെ, അപ്പോൾ നിലവിൽ നോക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളിലും ടിക്ടോക്ക് അത്ര മോണിറ്റൈസേഷൻ പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ ഫസ്റ്റ് പ്രാവശ്യം തന്നെ കൊണ്ടുവരാൻ നോക്കും. ഓക്കെ, അടുത്താണ് പഴയ അക്കൗണ്ട് ലഭിക്കുമോ. ഇപ്പോൾ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പഴയ അക്കൗണ്ട് ലഭിക്കാൻ പൂർണ്ണമായും 100% പഴയ അക്കൗണ്ട് ലഭിക്കും. ഓക്കെ, പക്ഷേ ഒരു കാര്യമുണ്ട്, പഴയ അക്കൗണ്ടിൻ്റെ ഐഡിയും പാസ്വേഡും നിങ്ങളുടെ കയ്യിൽ വേണമെന്നാണ്. ഒരു മിനിറ്റ്. ഓക്കെ, പഴയ അക്കൗണ്ടിൻ്റെ ഐഡിയും പാസ്വേഡും നിങ്ങളുടെ കയ്യിൽ വേണം. അതുപോലെ തന്നെ ആ അക്കൗണ്ടായിട്ട് നിർമ്മിച്ച മൊബൈൽ നമ്പർ കയ്യിൽ ഉണ്ടായാലും മതി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഹാൻഡിൽ അല്ലെങ്കിൽ യൂസർ നെയിം കയ്യിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പഴയ അക്കൗണ്ട് തിരിച്ച് കിട്ടും. പക്ഷേ ചില വെരിഫിക്കേഷൻസ് ഉണ്ടാവും. അത് മാത്രമല്ല പഴയ അക്കൗണ്ടിൻ്റെ ഐഡിയും പാസ്വേഡും ഏറ്റവും നല്ലത് തിരിച്ച് കിട്ടാൻ. അതില്ലെങ്കിലും നിങ്ങൾക്ക് യൂസർ നെയിം നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ. സോ ആ യൂസർ നെയിമും ഫോർഗെറ്റ് പാസ്വേഡ് അടിച്ചിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ അന്ന് കൊടുത്ത മൊബൈൽ നമ്പർക്ക് OTP വന്ന് അങ്ങനെ അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് പഴയ അക്കൗണ്ട് എടുക്കാൻ പറ്റുക. എന്ന് വരുന്ന കാര്യത്തിൽ കൺഫേമായി, എന്തുകൊണ്ട് വരുന്ന കാര്യത്തിൽ കൺഫേമായി, പൈസ ലഭിക്കുമെന്ന കാര്യത്തിൽ കൺഫേമായി. ഏകദേശം ടിക്ടോക്കിൻ്റെ വരവെ തന്നെ മോണിറ്റൈസേഷൻ അവർ ഇന്ത്യയിൽ എനേബിൾ ചെയ്യും.